നമസ്കാരം. നെടുമങ്ങാട് 1.5 വയസ്സുകാരനായ പൈതൽ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മ അഖിലയും അവരുടെ പങ്കാളി അഷ്കറും ചേർന്നാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. നിരന്തരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിന് സംഭവിച്ച ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത്. കുട്ടിയുടെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച അടയാളങ്ങൾ ഉൾപ്പെടെ 51ഓളം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. നിലവിൽ പ്രതികൾ ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതിയായ അഷ്കർ മുൻപും സ്വന്തം ഭാര്യയോട് സമാനമായ രീതിയിൽ ക്രൂരത കാണിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ ദാരുണമായ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ലൈഫ് കോച്ച് കൂടിയായ പ്രശസ്ത നടി അശ്വതി ശ്രീകാന്ത് പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പ് ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. ഇത്തരം ക്രൂരമായ മനോഭാവങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാതിരിക്കുക, ചുറ്റുമുള്ളവരെ അമിതമായി നിയന്ത്രിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുക, അക്രമവാസന പ്രകടിപ്പിക്കുക തുടങ്ങിയ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ഇവരുടെ സ്വഭാവത്തിൽ വർഷങ്ങളായി പ്രകടമായിട്ടുണ്ടാകും. എന്നാൽ കുടുംബവും സമൂഹവും ഇതിനെല്ലാം വെറും ദേഷ്യം എന്ന് ലേബലടിച്ച് നിസ്സാരവൽക്കരിക്കുകയാണ് പതിവ്. ഇത്തരം കുറ്റവാളികളുടെ പെരുമാറ്റത്തെ അവന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും എല്ലാം സഹിച്ച് ഒതുങ്ങി ജീവിക്കാൻ ഇരകളെ ഉപദേശിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ രീതിയെ അശ്വതി വിമർശിക്കുന്നു. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ പലപ്പോഴും ഒളിച്ചിരിക്കുന്നത് ചുറ്റുമുള്ളവരുടെ ഇത്തരം അനാവശ്യമായ ന്യായീകരണങ്ങളിലാണ്. ഒടുവിൽ സമൂഹത്തിന്റെ ഈ കണ്ണടക്കലിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ദുർബലരാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്രൂരത ഒരിക്കലും സാധാരണ സ്വഭാവമായി കണ്ട് അവഗണിക്കരുതെന്നും ഇത്തരം പ്രവണതകളുടെ ആദ്യ സൂചനകൾ കാണുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കണമെന്നും അശ്വതി ഓർമ്മിപ്പിക്കുന്നു. വരും തലമുറയെയും കുട്ടികളെയും സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നത് വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ഒന്നാകെയുള്ള ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അശ്വതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ ക്രൂരപീഡനങ്ങൾക്ക് വിട്ടുകൊടുത്ത അമ്മയും കുഞ്ഞിനെ അതിക്രൂരമായി തല്ലിച്ചതച്ച രണ്ടാനച്ഛനും ചേർന്നൊരുക്കിയ നരകയാതനകളുടെ ഒടുവിലാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞത്. കേസിൽ അമ്മ അഖില ചന്ദ്രനെതിരെ കൊലപാതക പ്രേരണക്കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കുഞ്ഞിന്റെ മരണത്തിൽ അഖിലയ്ക്ക് നേരിട്ട് പങ്കുണ്ടോ, ഇവർ മുൻപും കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾക്കൊപ്പം അഖിലയുടെ ഭൂതകാലവും അവർ പങ്കെടുത്ത തമിഴ്നാട്ടിലെ നൃത്ത പരിപാടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ അഖിലയുടെ കുഞ്ഞ് ഒരു ബാധ്യതയാകുമെന്ന് കരുതിയാണ് അതിനെ ഇല്ലാതെയാക്കാൻ തീരുമാനിച്ചതെന്ന് അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 3 മാസത്തെ നിരന്തര പീഡനത്തിനൊടുവിലാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. കുഞ്ഞിനെ മർദ്ദിക്കുന്ന വിവരം തനിക്ക് അറിയാമായിരുന്നുവെന്ന് അഖില ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. മകൻ മരിക്കുന്ന സമയത്ത് ഇവർ തമിഴ്നാട്ടിലൊരു നൃത്തപരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു. ചോറ് നൽകുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞുവെന്നും കരച്ചിൽ നിർത്താത്തതിനെ തുടർന്ന് തലയിൽ ശക്തമായി അടിച്ചുവെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ബോധരഹിതനായ കുഞ്ഞിനെ ചോറ് കഴിക്കുന്നതിനിടയിൽ ഛർദ്ദിച്ചുവെന്ന് കള്ളം പറഞ്ഞ് അഷ്കർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കുഞ്ഞ് നേരിട്ട കൊടും ക്രൂരതയുടെ യഥാർത്ഥ ചിത്രം പുറംലോകം അറിയുന്നത്.